ഹായ് ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ വൺസ് അഗൈൻ. അമ്മയുടെ പങ്കുമായിട്ട് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട്. അപ്പം ഇന്നൊരു ചെറിയ ലഞ്ചാണ്, പക്ഷേ ഭയങ്കര ടേസ്റ്റി ലഞ്ചാണ്. അതിനു മുമ്പ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാനിതിൻ്റെ ലഞ്ചിൻ്റെ സാധനങ്ങളൊക്കെ കഴിച്ചിട്ട് കഴിഞ്ഞപ്പം ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആണത്. ഇത് പരിപ്പ് കറിയും പരിപ്പ് കറി ആൻഡ് ഇച്ചിരി ഇടട്ടെ ഇവിടെ. വേണ്ട, ഓട്സ് പരിപ്പ് കറി പുട്ടുമായിട്ട് എനിക്ക് ഓട്സ് പുട്ടത് പുട്ട്. ഇത് നോർമൽ പുട്ടല്ല, ഇത് ഓട്സ് പുട്ടാണ്. ഇത് എങ്ങനെ ഉണ്ടാക്കണേ? ഓട്സ് സാധാരണ ഓട്സ് പതുക്കെ ഞാനൊന്ന് റോസ്റ്റ് ചെയ്യും. പതുക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് മിക്സിയിൽ ഒന്ന് പതുക്കെ ഒന്ന് പൊടിച്ചെടുക്കും. എന്നിട്ട് സാധാരണ നനയ്ക്കണ പോലെ നല്ലപോലെ തേങ്ങ ഇടും. അങ്ങനെയാണ് ഇത് ഉണ്ടാക്കിക്കണേ. അപ്പൊ നിങ്ങൾ കേട്ടല്ലോ അല്ലേ? ചെറുതായിട്ട് ഓട്സ് റോസ്റ്റ് ചെയ്യും, എന്നിട്ട് മിക്സിയിലിട്ട് പൊടിക്കും, നന്നായിട്ട് തേങ്ങ ഇടും, അപ്പൊ ഓട്സ് പുട്ടായി. അപ്പൊ ഇന്ന് അമ്മ കുറച്ച് ചോറ് മതി. ഇതാ അമ്മ ഉണ്ടിട്ട് അവിടെ ചോറ് മതി 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 ചോറ്. ഇന്നൊരു സ്പെഷ്യൽ ഇന്ന് രണ്ട് ചെറിയ കറികളാണ്, പക്ഷെ ഭയങ്കര സ്പെഷ്യൽ സാധനം. പക്ഷെ ടേസ്റ്റ് ഉണ്ട്. ഇത് മാത്രം കഴിച്ചാൽ മതി. അമൃത ഇത് നന്നായി കഴിച്ചോട്ടാ. ഇതെന്താന്ന് നീ കഴിച്ചിട്ട് പറയും. ഇതെന്താന്ന് നിങ്ങൾ കണ്ടിട്ട് പറ. എന്താ സാധനം മനസ്സിലായോ? ഇതും പറയണം. ഈ രണ്ട് വെറൈറ്റി സാധനങ്ങളാണ്. നിനക്ക് തൈര് വേണം? വേണ്ട, ഇന്ന് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇത് മതി, തോരനും അത് മതി, ചമ്മന്തി മതി. ഇതൊരു ചമ്മന്തിയാണ്. ഈ ചമ്മന്തി എന്ത് ചമ്മന്തിയാ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റോ? അത് പറ്റില്ല ആർക്കും. ഇത് വെണ്ടയ്ക്ക ചമ്മന്തിയുണ്ട്, വെണ്ടയ്ക്ക ലേഡീസ് ഫിംഗർ ചമ്മന്തി. ആൻഡ് ഇതിന്റെ റെസിപ്പി പാപ്പു ആൻഡ് ഗ്രാൻഡ്മയില് ഇപ്പൊ തന്നെ വരുന്നതായിരിക്കും. ഞാനിത് കഴിച്ചു കഴിഞ്ഞിട്ട് ഞാനത് എഡിറ്റ് ചെയ്യും. അമൃത എടുത്ത് തരണില്ലാട്ടോ മക്കളെ. അമ്മയുടെ സാമ്പാർ നാളെ. ഇതെന്താന്ന് പറയാ? ഇത് പിണ്ടി അവിയല്. ദിസ് ഇസ് പിണ്ടി അവിയൽ, മറ്റേ വാഴയുടെ. ഇത് മൊത്തത്തിൽ ഇന്ന് വാഴയാണ്. വാഴ അല്ല, വാഴയുടെ അല്ലല്ലോ വെണ്ടയ്ക്ക. പെട്ടെന്ന് ഒന്നും വേണ്ട. അച്ചാറും തൈരൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ചമ്മന്തി കൂട്ടിട്ട് കഴിച്ചു നോക്കിയേ. അതിന്റെ ടേസ്റ്റ് അറിയാൻ പറ്റില്ല. ചാറ് ഒഴിച്ചേറി മീൻകറി ഉണ്ട്. വേണ്ട. നല്ലല്ലേ ഇത്? നല്ലല്ലേ പിണ്ടി അവിയല്? അടിപൊളിയായിട്ടുണ്ട്. കുക്കറിലിട്ട് വേവിക്കണോട്ടോ മക്കളെ. വേണമെങ്കിൽ അമ്മ ഇട്ട് തരാട്ടാ. അമ്മയുടെ സാമ്പാറിന്റെ റെസിപ്പി നിങ്ങൾ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. ഇന്ന് ആക്ച്വലി സാമ്പാർ വെക്കാൻ പോയതാണ്, പക്ഷെ എനിക്ക് ഇന്ന് ചെറിയൊരു തിരക്കുള്ളതുകൊണ്ട് ഞാൻ ഇറങ്ങാൻ നിൽക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് മതി, തൽക്കാലം ഇത് കാണിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് നിർത്തിയപ്പോ നാളെ ഞാനെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞുങ്ങളെ. അമ്മ എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇവനെ പറ്റിച്ചോണ്ടിരിക്കുക. ഞാൻ തന്നെയാണ് ക്യാമറാമാൻ, ഞാൻ തന്നെയാണ് എഡിറ്റർ. അപ്പൊ അതുകൊണ്ട് സമയം ചെറിയ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ആക്ച്വലി ചമ്മന്തി മാത്രം മതി. ചമ്മന്തി മാത്രം മതി. ഈ ചമ്മന്തി എല്ലാവരും ട്രൈ ചെയ്യണോട്ടോ. ഞാൻ പാപ്പൻ ഗ്രാൻഡ്മേൽ ഇട്ടിട്ടുണ്ട്. ഇട്ടിട്ടില്ല, ഇടാൻ പോകുന്നുണ്ട്. നീ ഇടണോട്ടൊന്ന് ഇപ്പൊ തന്നെ ഇടും. അപ്പൊ ഇത് പിണ്ടി ആൻഡ് പിണ്ടിയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാലോ. എല്ലാവരും വയറിലെ മുടി വരെ മുടിനാര് ഒക്കെ പോകുന്ന വയറിലെ മുടിനാര്, വയറിന്റെ ഉള്ളിലെ അണുക്കളൊക്കെ ഉണ്ടാവുമ്പോളെ ഈ കല്ല് ഇതൊക്കെ ഉണ്ടെന്ന് പണ്ട് കാരണന്മാര് പറയണതാ. ഞാനൊക്കെ ഇതൊക്കെ തിന്നാണ് വളർന്നേക്കണേ. ഞങ്ങൾക്ക് ഇങ്ങനത്തെ ചില്ലി ചിക്കനും ചവച്ചും ഗോപിയും ഒന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് വാഴപ്പിണ്ടി, കാച്ചില്, ചേന, ചേമ്പ്, കപ്പ, ഇതൊക്കെയാണ് ഞങ്ങളുടെ ഭക്ഷണങ്ങൾ. ഇതും കപ്പയൊക്കെ ഇട്ടിട്ട് അമ്മ ഒരു കറിയൊക്കെ വെക്കും. മീനൊക്കെ വെച്ചിട്ട് മീനൊക്കെ ഇടുന്നുണ്ട്. പക്ഷെ നിങ്ങളൊക്കെ കാലത്ത് ഇത് ഇല്ലാണ്ടായി. പക്ഷെ എനിക്ക് അമ്മ ഉണ്ടാക്കാറുണ്ട്. അച്ഛന് വേണമല്ലോ. അച്ഛന് കൊടപ്പനും പിണ്ടിയൊക്കെ ഒഴിച്ചോണ്ട് വരുമല്ലോ. അച്ഛക്ക് അങ്ങനത്തെ സാധനങ്ങള്, പിണ്ടി, പിന്നെ കൊടപ്പൻ, പിന്നെ വേറെ സാധനം ഉണ്ടല്ലോ, കൊഴുപ്പാന്ന് പറഞ്ഞ മീൻ. മീനല്ല, അല്ലല്ല, കൊഴുപ്പാന്ന് പറഞ്ഞ ഇല. അത് ഞാൻ കാര്യം നല്ലതാണ്. പക്ഷെ ഈ തോട്ടിൽ അവിടെ ഇവിടെ ഒക്കെ കിടക്കണാറ് ഞാൻ അത്. പക്ഷെ പണ്ട് അച്ഛൻ കൊണ്ടുവരാറുണ്ടായിരുന്നല്ലേ. എനിക്ക് ഇഷ്ടമല്ല. ഞങ്ങളുടെ പഴയ വീട്ടില് നിക്കുന്ന സമയത്ത് അച്ഛ ഇതൊക്കെ കൊണ്ടുവരായിരുന്നു. കൊഴുപ്പാന്ന് പറഞ്ഞ എല്ലാം നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? അത് പിന്നെ ചേമ്പും എന്താണ് താള്, മറ്റേ ചേമ്പും താളും, ഇങ്ങനത്തെ സാധനങ്ങള്. പക്ഷെ പാപ്പൊന്നും കഴിച്ചിട്ടേ ഇല്ല.
അതൊന്നും. അങ്ങനെ അപ്പൊ നിങ്ങൾക്കും ഉണ്ടാവും ഇതേമാതിരി പഴയ കറി മൂടി വെച്ചോണേ. നിങ്ങൾക്കും ഉണ്ടാവും ഇതേമാതിരി പഴയ ഓർമ്മകള്, ഈ കടയിൽ വാങ്ങാൻ കിട്ടാത്ത വീട്ടിന്റെ ചുറ്റുപാടിൽ മാത്രം കിട്ടുന്ന ചില സാധനങ്ങൾ. അപ്പൊ അങ്ങനെയൊക്കെ ഓർമ്മകൾ ഉണ്ടെങ്കിൽ അതിൽ കമന്റ് ചെയ്യണം. പിന്നെ ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട്, പക്ഷെ ഞാനിപ്പോൾ പറയാണ്, പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. പിന്നെന്താ, അത്രേ ഉള്ളൂ. അപ്പം ഗുഡ് നൈറ്റ്, ശേ ഗുഡ് ഡേ, ഗുഡ് ഡേ. അമ്മയോട് ബൈ പറഞ്ഞേക്ക. അമ്മ ബ്ലറായി, ഒരു മിനിറ്റ്. ബൈ 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 ബൈ. ബൈ ബൈ.